ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് കുക്കറിനകത്തും ചെയ്ത് കൊടുക്കാം. ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതിയാവും. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് കുനുകുനാന്നരിഞ്ഞ സവോളയും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ അരച്ച് ചേർക്കുക. അതൊന്ന് വഴഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുക. തക്കാളി ഞാനൊരു 5 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് അരിക്ക്. എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ കൊടുത്തിട്ട് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ജീരകശാല അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സോണ മൻസൂരി അരിയോ പൊന്നി അരിയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള 1/2 കപ്പിന് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി.